എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നമ്മളിപ്പോൾ തൃശ്ശൂർ രവിവർമ്മപുരത്തുള്ള അതെ, ആശാഭവനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ കല്യാണം രണ്ടാം കല്യാണം എന്ന് പറയാം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ കഴിച്ചതിന് ശേഷം നേരെ വന്നത് തൃശ്ശൂർ രവിവർമ്മത്തുള്ള ആശാഭവനിലേക്കാണ്. വന്ന് കയറിയപാടെ ഈ അമ്മ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുകയും അതേപോലെ തന്നെ അമ്മയുടെ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളോട് പറയുകയും ചെയ്തു. ഇവരുടെ മുഖത്ത് കാണുന്ന ഈ ചിരി, അതാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അവരുടെ ഭക്ഷണശാലയിലേക്കാണ്. അവിടെ അമ്മമാരും അച്ഛന്മാരും അവരവരുടെ സ്ഥലത്ത് അവരവരുടെ പ്ലേറ്റുകളായി റെഡി ആയിരുന്നിരുന്നു. ഞങ്ങളങ്ങനെ അവരുടെ സ്റ്റാഫിനൊപ്പം ഓരോരുത്തർക്കായി കറികളും കാര്യങ്ങളൊക്കെ വിളമ്പാൻ തുടങ്ങി. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ പലർക്കും പല രുചികളാണ്. എല്ലാവരോടും ചോദിച്ച് വിളമ്പണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ വിളമ്പുന്നതെല്ലാം എൻ്റെ അനിയന്മാരാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് നേരെ നമുക്ക് ഇവിടെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരും എതിര് പറഞ്ഞില്ല. എല്ലാവരും ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. കാരണം എന്താണെന്നറിയോ, ഞങ്ങളിത് ആദ്യമായിട്ടല്ല, ഒരുപാട് തവണയും ഞങ്ങളോട് സദ്യ കൊടുക്കുന്നു. ഓരോ കൊല്ലവും വെഡിങ് ആനിവേഴ്സറി സമയത്ത് ഞങ്ങളോട് വരും, ഇങ്ങനെ സദ്യ കൊടുക്കും. ഞങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്താണെന്നറിയോ, ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുഖത്ത് കാണുന്ന ആ ഒരു ചിരി. അവിടെ ചെന്ന് അമ്മേ അച്ഛ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ചിരിയും, മക്കളെ നിങ്ങളെന്നും ഇതുപോലെ സന്തോഷമായിട്ടിരിക്കണേ എന്ന് പറയുന്നൊരു വാക്കും, അത് മാത്രം പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ പോണേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവർ കഴിച്ച അതേ ഭക്ഷണം ഞങ്ങളും കഴിച്ചു. അടിപൊളിയായിരുന്നു സദ്യ. അവരുടെ സ്റ്റാഫ് തന്നെ വെച്ചതാണ്. 8 തരം കറിയും പപ്പടവും പായസമൊക്കെ ആയിട്ട് അടിപൊളി സദ്യ, സൂപ്പർ സദ്യയായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു. ഇവിടെ 2 അമ്മമാർ ചവിട്ടി നെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഞങ്ങളങ്ങനെ അവർ ചവിട്ടി നെയ്യുന്ന സ്ഥലം നോക്കിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഒരുപാട് ചവിട്ടി പല നിറത്തിൽ അടിപൊളിയായിട്ട് പഴയ തുണികൾ കൊണ്ടാണ് കേട്ടോ അവരുണ്ടാക്കണേ. അങ്ങനെ അവർ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ നോക്കിയില്ല. അവരുണ്ടാക്കി വെച്ച മൊത്തം ചവിട്ടി ഞങ്ങളങ്ങ് മേടിച്ചു. ഏകദേശം 10-25 ചവിട്ടി ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അങ്ങനെ അടുത്ത കൊല്ലം കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി.